കുഴിച്ച പല കിണറിനകത്തും വെള്ളം കാണാതിരുന്നെങ്കിൽ ഇന്ന് നീ കുഴിക്കാൻ തുടങ്ങുന്ന കിണറുകൾക്കുള്ളിനകത്ത് വെള്ളം കാണും. ഹല്ലേലൂയ. കഴിഞ്ഞ ചില കിണറുകൾ നീ കുഴിച്ചപ്പോൾ ഫെലിസ്ത്യർ വന്ന് മൂടിയെങ്കിൽ ഇനി അത് ഫെലിസ്ത്യർ മൂടത്തില്ല. ഇനി അതിനെക്കുറിച്ച് ഷണ്ടയിടത്തില്ല. ഇനി നീ വിതയ്ക്കുന്ന സകല വിത്തുകളും അത് ഫലപുഷ്ടിയുള്ളതായി തീരും. കാരണം അവൻ പറഞ്ഞത് ഇങ്ങനെയാ, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. കർത്താവ് കൂടെയുണ്ടെങ്കിൽ നിന്റെ വിതയ്ക്കകത്ത് ഒരു കൊയ്ത്തിനുള്ളതിനെ അവൻ നിനക്ക് തന്നിരിക്കും. നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് ഇതുവരെയും ശൂന്യതയാണ് ഉണ്ടായിരുന്നതെങ്കിൽ കഴിഞ്ഞ വർഷം നാം കേട്ട ഒരു വാക്യമുണ്ട്, ഹല്ലേലൂയ, ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. കർത്താവ് നമ്മുടെ ഭവനത്തിനകത്തുണ്ടെങ്കിൽ, സഭയ്ക്കകത്തുണ്ടെങ്കിൽ, കുടുംബങ്ങൾക്കകത്തുണ്ടെങ്കിൽ, വ്യക്തിപരമായ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ അവിടെ അഭിവൃദ്ധിയുണ്ട്, അവിടെ നന്മയുണ്ട്, അവിടെ ചില വലിയ അത്ഭുതങ്ങളെ നടക്കുക തന്നെ ചെയ്യാം. അവൻ നമ്മളെ കൈവിടാത്തൊരു ദൈവമാണ്. അവൻ നമ്മെ ഉപേക്ഷിക്കാത്തൊരു ദൈവമാണ്. അവൻ നമ്മുടെ ആവശ്യങ്ങളോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമാണ്. അവൻ നമ്മളെ തള്ളിക്കളഞ്ഞിട്ട് ഹല്ലേലൂയ അവൻ പുറംതിരിഞ്ഞ് പോകുന്ന ഒരു ദൈവമല്ല, മറിച്ച് മാറോട് ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമാണ്.